ഗൈസ്, അപ്പോൾ നമ്മൾ അങ്ങനെ ഹട്ടി ദേവാല റോഡിലോട്ട് കയറുകയാണ്. ഈ ഹട്ടി ദേവാല എന്ന് പറയുന്നത് ആക്ച്വലി ഒരു എക്സാക്ട് സ്പോട്ടൊന്നുമല്ല. അപ്പം നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ കണ്ട പോലെ ഒരു കറക്റ്റ് സ്പോട്ടല്ല, ഇതൊരു റോഡാണ്. സോ ഗൈസ്, അപ്പോൾ ഇതാണ് ഹട്ടി ദേവാല റോഡ്. ഇത് ഓഫിടാ കോപ്പറേറ്റ് കയറി വരും ആണെന്നെങ്കിലൊക്കെ നമ്മൾ നാടുകാണി കഴിഞ്ഞിട്ട് ഒരു ഇന്ത്യൻ ഓയിൽ പമ്പ് ഉണ്ട്, അവിടെ നിന്ന് കയറുന്നതാണ്. ഈ നമ്മളിപ്പോൾ കയറിയിട്ടുള്ളത് ശരിക്കും ഗൂഡല്ലൂരിൽ നിന്ന് നാടുകാണിയിലോട്ട് വരുമ്പോൾ ഇന്ത്യൻ ഓയിൽ പമ്പ് എത്തുന്നതിന് മുമ്പായിട്ടാണ് കയറുന്നത്. കാരണം ബിക്കോസ് ഞങ്ങൾ ഗൂഡല്ലൂരിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ ഗൂഡല്ലൂരിൽ നിന്ന് വരുന്നവർ ഇപ്പോൾ ഈ കാണിച്ച വഴി കയറുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഓക്കെ, ഇവിടെ ഫുള്ള് എന്താ പറയുക, ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞ് ഫ്രീ ആയിട്ട് നല്ല തേയിലത്തോട്ടം കണ്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട്, അടിപൊളി സ്ഥലമാണ്. സോ നമുക്ക് എന്തായാലും കാഴ്ചകളൊക്കെ കാണാം. എനിക്ക് തോന്നുന്നു ഇവിടെ അങ്ങനെ കറക്റ്റായിട്ട് ഇന്നൊരു സ്പോട്ട് എന്നില്ല, ഈ ഒരു റോഡാണ്, ഈ ഒരു വഴിയാണ് ഈ ഒരു സ്ഥലം ഭംഗിയാക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇവിടെ മൊത്തം ഞാൻ പറഞ്ഞല്ലോ തേയിലത്തോട്ടമാണ്. ഇവിടെ ചെറിയ ചെറിയ ബിൽഡിങ്സും ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു തേയിലത്തോട്ടം തൊഴിലാളികളുടെയൊക്കെ ചെറിയ കുടിലുകളൊക്കെ ആവാനാണ് സാധ്യത, അറിയില്ല. അപ്പോൾ ഇതെന്ന് വെച്ചാൽ വളരെ തിന്നായിട്ടുള്ള റോഡാണ്. ഇതിലൂടെ വന്നു കഴിഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് വണ്ടി വന്നു കഴിഞ്ഞാലൊക്കെ ഒന്ന് ഒതുക്കി കൊടുക്കുകയൊക്കെ വേണ്ടി വരും, അല്ലാതെ പോകാൻ കഴിയൂല. നോക്കാം, ഒരു വണ്ടി വരുന്നുണ്ട്, എന്ത് സംഭവിക്കാൻ നോക്കാം. ഒരു ചെറിയ ഗ്യാപ്പിലൂടെ എടുത്തു പോയി. അപ്പോൾ നല്ല രീതിയിൽ ഡ്രൈവിങ് അറിയുന്നവരൊക്കെ ഇവിടെ പോകാൻ മതി. ഗൈസ്, ഇവിടെ നമുക്കൊരു വ്യൂ പോയിൻ്റ് വരുന്നുണ്ട് ഹട്ടി ദേവാല റോട്ടിൽ. വ്യൂ പോയിൻറ്റിൻ്റെ പേര് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം, നോക്കിയിട്ട് വേണം. അപ്പോൾ എങ്ങനെയുണ്ട് സ്ഥലം? പൊളിയല്ലേ? സോ ആ കാണുന്നതാണ് നമുക്ക് പോകേണ്ട സ്ഥലം. സോ നമുക്ക് കണ്ട് പോയി നോക്കാം. ഇത് നമ്മൾ അവിടെ കണ്ട ഒരു വ്യൂ പോയിൻറ്റിലോട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഭയങ്കരമായിട്ട് കാണാനൊന്നുമില്ല, എന്നാലും രസമാണ്. ട്രക്കിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ചെന്ന് കുറച്ച് നടന്നു വരാം. ഇപ്പോൾ ഈ ഒരു ഈവനിങ് ടൈമാണ് കേട്ടോ, ലൈറ്റ് കുറവാണ്. എനിക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ക്യാമറയുടെ ലൈറ്റ് കുറവാണ്, ISO അങ്ങനെ കുറച്ച് ടെക്നിക്കൽ ആസ്പെക്റ്റ് കണക്ട് ചെയ്തിരിക്കുകയാണല്ലോ. സോ ക്യാമറയിൽ ലൈറ്റ് കുറവാണ്. സോ എത്രത്തോളം മനോഹരമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കിത് നല്ല ഭംഗിയായിട്ട് തന്നെ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അവിടെ കുറച്ച് മരങ്ങൾ കാണാൻ പറ്റുന്നില്ലേ? ഇല്ലേ? അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇപ്പോൾ ഇവിടെ ഈ ടീ പ്ലാന്റേഷനൊക്കെ വരുന്നതിൻ്റെ മുമ്പ് ഇവിടെ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു അവസ്ഥ. ഇപ്പോൾ ഈ ടീ പ്ലാന്റേഷന് വേണ്ടിയിട്ടാണ് മലകളൊക്കെ വെട്ടി നിരത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ മുമ്പ് ഇവിടെ കുറച്ചൊരു കാട് കാണുന്നില്ലേ? അതുപോലെ ആയിരിക്കില്ലേ ഇവിടെ മൊത്തം ഉണ്ടായിട്ടുണ്ടാവുക. എൻ്റെ ഒരു തോന്നലാണ്. അതൊരു പോസിറ്റീവ് അല്ലെങ്കിൽ ഇതൊരു നെഗറ്റീവായ കാര്യം അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് എൻ്റെ ഒരു തോട്ട് നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രം കേട്ടോ. ഗൈസ്, ബാറ്ററി തീരാൻ നയിക്കണ്. ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണെന്നൊക്കെ തോന്നുന്നുണ്ട്. നോക്കി നോക്കി, ആനപ്പിണ്ടല്ലത്. ഇവിടെ പിന്നെ പോത്തും ഒന്നും വരാനില്ലല്ലോ. ഐ തിങ്ക് ഇത് ആനപ്പിണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെ ഹട്ടി ദേവാല ഇവിടെ കഴിയുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.